സോ ഗൈസ്, അപ്പോൾ ട്രൈബ്സ് ട്രാവലിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു സെഗ്മെൻറ്റിൽ അഡ്വഞ്ചർ ബൈക്സിൻ്റെ സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നോക്കുന്ന രണ്ട് വണ്ടികളാണ്. KTMൻ്റെ അഡ്വഞ്ചർ 390യും അതുപോലെ തന്നെ BMW G310 GS എന്നുള്ളൊരു മോഡലും. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഒരു എക്സ്ട്രീം കമ്പാരിസൺ വീഡിയോ, ലൈക്ക് ഇത് എക്സ്ട്രീംലി ഓടിച്ചിട്ടുള്ള ഏകദേശം 80,000 കിലോമീറ്റർ അടുത്ത് ഓടിച്ചിട്ടുള്ള GSൻ്റെയും അതുപോലെ അതിൽ നിന്ന് KTM അഡ്വഞ്ചർ 390യിലേക്ക് വന്നിട്ടുള്ള അപ്പോൾ രണ്ട് വണ്ടികളുടെയും പോസിറ്റീവും നെഗറ്റീവ് സൈഡ്സും അതുപോലെ തന്നെ മൈലേജ്, ടയർ ലൈഫ്, അതുപോലെ തന്നെ മെയിൻ്റനൻസ് കോസ്റ്റ് കാര്യങ്ങളെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഇരിക്കുന്ന ഈ ഒരു വണ്ടി ഏകദേശം ഓൺ റോഡ് 464 പ്രൈസ് വരുന്ന 390യുടെ റാലി എഡിഷനാണ്. ഇത് നോർമലി വരുന്നത് 3 വേരിയൻസിലാണ്: സ്റ്റാൻഡേർഡ്, എക്സ്, അതുപോലെ തന്നെ റാലിക്ക് വരുന്നത് സ്പോക്ക് വീൽസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ റിയറും ഫ്രണ്ടും അഡ്ജസ്റ്റബിൾ സസ്പെൻഷനും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഇരിക്കുന്ന ഈ ഒരു വണ്ടി ഏകദേശം 60,000 രൂപയുടെ അടുത്ത് ആക്സസറീസ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് മുന്നേ തന്നെ ഇത്രയും ആക്സസറീസ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടി നോർമൽ വണ്ടിയേക്കാളും ഒരു ബൾക്കി ആയിട്ട് കുറവായിട്ട് നല്ല സൈസ് കാര്യങ്ങളെല്ലാം തോന്നിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല റോഡ് പ്രസൻസ് കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്ന ഒരു വണ്ടിയാണ്. അതുപോലെ തന്നെ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടാറ് റോഡ് പ്രസൻസ് കാര്യങ്ങളെല്ലാം ഉള്ള ഒരു വണ്ടിയാട്ടെ. കാര്യം നമുക്കത് ഇപ്പം ഫോണിൽ എത്രത്തോളം അത് വിസിബിൾ ആണെന്നുള്ള അറിയത്തില്ല, പക്ഷേ നേരിട്ട് കാണുമ്പോൾ അത്യാവശ്യം സൈസും കാര്യങ്ങളും എല്ലാം ഉള്ള കാരണം നല്ല റോഡ് പ്രസൻസ് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ കസ്റ്റം ഗ്രാഫിക്സ് ആണ് ഈ ഒരു വണ്ടിയിൽ ചെയ്തിരിക്കുന്നത്. 3 years വാറണ്ടി വരുന്ന ടൈപ്പ്. അപ്പോൾ നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോകാം. ഫ്രണ്ടിൽ വന്നിരിക്കുന്ന ആക്സസറീസ് കാര്യങ്ങളിലെല്ലാം ഒരു ഹെഡ്ലൈറ്റ് ഗ്രില്ല് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാഡോഗിൻ്റെ ഒരു അടിപൊളി ഫോഗ് ലാംപ്സ് കാര്യങ്ങൾ, അതിൻ്റെ ഒരു ഹോൾഡർ കൊടുത്തിട്ടാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആഫ്റ്റർ മാർക്കറ്റ് ഒരു വിൻഷീൽഡും ബാക്ക് ബസ്റ്റേഴ്സിൻ്റെ ഹാൻഡ് ഗാർഡ് കാര്യങ്ങളെല്ലാം ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഈ വണ്ടിയിൽ ചെയ്തിരിക്കുന്ന ആഫ്റ്റർ മാർക്കറ്റ് ഗാർഡ്സ് എല്ലാം സനയുടെയാണ്. അതെന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഓണറുടെ അടുത്ത് തന്നെ ചോദിച്ചു നോക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി കാര്യങ്ങൾ, ഇതൊരു ഓഫ് റോഡ് വണ്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓഫ് റോഡൊക്കെ പോകുന്ന സമയത്ത് അത്യാവശ്യം വണ്ടി മറിഞ്ഞു കഴിഞ്ഞാലും ടാങ്കിന് കാര്യങ്ങൾക്കെല്ലാം അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷന് കാര്യങ്ങളെല്ലാം വേണം. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഫുൾ പ്രൊട്ടക്ഷൻ തരുന്ന ഒരു ഫുൾ ക്രാഷ് ഗാർഡ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ മെറ്റലിൻ്റെ അത്യാവശ്യം നല്ല ക്വാളിറ്റി വരുന്ന സനയുടെ തന്നെ ഒരു എൻജിൻ ഗാർഡും വരുന്നുണ്ട്. എടാ നീ ഒന്ന് കട്ടി. അതുപോലെ തന്നെ ഈ ഒരു വണ്ടി റോട്ടിലൊരു അടാറ് റോഡ് പ്രസൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത്രയും ഗാർഡ്സ്, ആഫ്റ്റർ മാർക്കറ്റ് ആക്സസറീസും അതുപോലെ കസ്റ്റം ഗ്രാഫിക്സ് ഒക്കെ ഉള്ള കാരണം നിങ്ങൾക്ക് ഫോണിൽ എത്രത്തോളം വിസിബിൾ ആണെന്ന് അറിയത്തില്ല, പക്ഷേ വേറൊരു നോർമൽ വണ്ടിയും ഇതും കൂടെ വെച്ച് നോക്കുമ്പോൾ നല്ല വ്യത്യാസവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നേരെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമ്മളൊരു ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ്ലൈറ്റ് ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഗ്രില്ലാണ്. അതുപോലെ തന്നെ മാഡോഗിൻ്റെ അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു ഫോഗ് ലാമ്പും അതിൻ്റെ ഹോൾഡർ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ആഫ്റ്റർ മാർക്കറ്റ് വിൻഷീൽഡ്, നല്ല ഹൈറ്റുള്ള ഒരു വിൻഷീൽഡ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ യൂസ് നമുക്ക് അത്യാവശ്യം നല്ല ഹൈറ്റ് വിൻഡ് കാര്യങ്ങളൊന്നും നമ്മുടെ ബോഡിയിലേക്ക് ഡയറക്റ്റ് കാര്യങ്ങളൊന്നും വരത്തില്ല, നമ്മൾ ഹിമാലയനിലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്തുള്ള പോലെ തന്നെ. അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിൽ ഒരു ആഫ്റ്റർ മാർക്കറ്റ് വിൻഷീൽഡ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം നല്ല ഹൈവേയിലൊക്കെ പോകുന്ന സമയത്ത് ഡയറക്റ്റ് വിൻഡിൻ്റെ ഒരു ബ്ലാസ്റ്റ് നമ്മുടെ ബോഡിയിലേക്ക് വരുന്ന ഒരു കാര്യങ്ങളെല്ലാം ഒരു പരിധി വരെ കുറയ്ക്കുന്നതാണ്. അതുപോലെ തന്നെ ബാക്ക് ബസ്റ്റേഴ്സിൻ്റെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഹാൻഡ് ഗാർഡ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നേരെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും സനയുടെ ആഫ്റ്റർ മാർക്കറ്റ് ഗാർഡ്സാണ് ഈ ഒരു വണ്ടിയിൽ ഫുള്ള് ലോഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നമുക്ക് ഓണർഷിപ്പ് റിവ്യൂ എടുക്കുന്ന സമയത്ത് ചോദിച്ചു നോക്കാം. അപ്പോൾ ഈ ഇത്രയും പോർഷൻ ഒരു ഓഫ് റോഡ് അഡ്വഞ്ചർ ബൈക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓഫ് റോഡ് പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടിക്ക് അത്യാവശ്യം ഒന്ന് വീണ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു പ്രൊട്ടക്ഷന് കാര്യങ്ങളൊക്കെ വേണം. അതുകൊണ്ട് തന്നെ ഇത്രയും ഫുൾ പ്രൊട്ടക്ഷൻ തരുന്ന ഒരു ക്രാഷ് ഗാർഡാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നേരെ അടിയിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷൻ കാര്യങ്ങളുള്ള നല്ല മെറ്റലിൻ്റെ ഒരു എൻജിൻ ഗാർഡാണ് അടിയിലും വരുന്നത്. കാര്യം കല്ലൊക്കെ അടിക്കാനുള്ള, അല്ലെങ്കിൽ നമ്മൾ പോകുന്ന സമയത്ത് കല്ല് നേരെ അടിയിലേക്ക് തട്ടുന്ന ഒരു സീൻ എല്ലാ അഡ്വഞ്ചർ ബൈക്സിനും വരുന്നുണ്ട് നമ്മൾ ഓഫ് റോഡൊക്കെ പോകുന്ന സമയത്ത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. നമ്മൾ ഓഫ് റോഡൊക്കെ പോകുന്നുണ്ടെങ്കിൽ എന്തായാലും അത്യാവശ്യം തന്നെ വേണ്ട ഒരു കാര്യമാണിത്. പിന്നെ നേരെ വണ്ടിയുടെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു സാഡിൽസയാണ് കാര്യം. നമുക്ക് നോക്കുമ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാം ഈ ഒരു ഫ്രെയിം നേരെ ക്രാഷ് ഗാർഡിൽ എത്രത്തോളം വലിപ്പം പുറത്തേക്ക് വന്നിട്ടുണ്ടോ അതേ വലിപ്പത്തിൽ തന്നെയാണ് വണ്ടിയുടെ ഈ ഒരു ഫ്രെയിമും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹൈവേ ടൂറിംഗ് ഒക്കെ പോകുന്ന സമയത്ത് നമ്മുടെ സാഡിൽ ബാഗ്സ് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ഇതാക്കാനും ഒരു പ്രൊട്ടക്ഷന് കാര്യങ്ങളെല്ലാം തരുന്ന തരത്തിലാണ് ഈ ഒരു ഗാർഡ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ലഗേജ് കാര്യങ്ങളെല്ലാം ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു എക്സ്പെഡീഷൻ ക്യാരിയറും ഈ ഒരു വണ്ടിയുടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതൊക്കെയാണ് മെയിനായിട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും അത്യാവശ്യം ഒരു ഇൻസ 360 അല്ലെങ്കിൽ ഒരു ഗോപ്രോ കാര്യങ്ങളെല്ലാം മൗണ്ട് ചെയ്യാൻ പറ്റിയ ഒരു ക്യാമറ മൗണ്ടും അതുപോലെ തന്നെ JB റേസിങ്ങിൻ്റെ ഒരു മൊബൈൽ ഹോൾഡറും കാര്യങ്ങളും എല്ലാം ഈ വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാഴ്ചയിൽ ഇത്രയൊക്കെ ഉള്ളെന്നുണ്ടെങ്കിൽ പോലും എല്ലാം ഓരോ കാര്യങ്ങളും അല്ലെങ്കിൽ ഓരോ ഗാർഡ്സും വണ്ടിക്ക് ബേസിക്കായിട്ട് വേണ്ട കാര്യങ്ങളാണ്. കാര്യം ഇത്രയും വലിയൊരു വണ്ടി നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ റോട്ടിലോ ഓഫ് റോഡൊക്കെ പോകുന്ന സമയത്ത് അത് നമുക്ക് അതിലും വലിയ ചിലവ് കാര്യങ്ങളെല്ലാം വരും. അപ്പോൾ
വണ്ടിയുടെ ലുക്കും മാറിയെന്നല്ല, അതിലും അപ്പുറം നമുക്കൊരു സേഫ്റ്റി സൈഡും നമ്മൾ സേഫ് ആയിരിക്കും, അല്ലെങ്കിൽ വണ്ടി സേഫ് ആയിരിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നേരെ ഓണർഷിപ്പ് റിവ്യൂവിൽ കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് അദ്വൈത്. ഇതിന് മുന്നേ നമ്മുടെ ചാനലിൽ തന്നെ BMW GS310 ഒരു റിവ്യൂ കാര്യങ്ങളെല്ലാം നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇടുക്കിയിലെ BS6 ആദ്യത്തെ GS ഓണർ കൂടിയാണ്. അപ്പോൾ അത് ഏകദേശം 3 വർഷം കൊണ്ട് 85,000 കിലോമീറ്റർ അടുത്ത് ഓടിച്ചതിന് ശേഷമാണ് 390ലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടൊരു ജെന്യൂൻ ഓണർഷിപ്പ് റിവ്യൂ തന്നെ നമുക്ക് കിട്ടും. ഏകദേശം ഇത്രയും കിലോമീറ്റർ ഓടിച്ചുകൊണ്ട് തന്നെ ഓരോ പാർട്സിൻ്റെ ലൈഫും, മെയിൻ്റനൻസ് കോസ്റ്റും, സർവീസ് കോസ്റ്റ്, അതുപോലെ തന്നെ പാർട്സിൻ്റെ അവൈലബിലിറ്റി കാര്യങ്ങളും, അതുപോലെ തന്നെ അതിൽ നിന്ന് ഇതിലേക്ക് വന്നപ്പോൾ പ്രധാനമായി കണ്ടെത്തിയ മാറ്റങ്ങളും, അതുപോലെ നെഗറ്റീവും പോസിറ്റീവ് സൈഡ്സും എല്ലാം കറക്റ്റായിട്ട് അറിയാൻ പറ്റിയ ഒരാളെ തന്നെയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് നേരെ ആദ്യം എന്തുകൊണ്ടാണ് GS എന്നുള്ള അല്ലെങ്കിൽ BMW എന്നൊരു ബ്രാൻഡിൽ നിന്ന് KTMലേക്ക് വന്നത് എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചു നോക്കാം. എന്തുകൊണ്ടാണ്? ഇപ്പോൾ നിലവിൽ 3 വർഷമായിട്ട് GS യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം, നമുക്ക് GSന്റെ സ്പെയർ പാർട്സ് ആയാലും പിന്നെ മെയിൻ്റനൻസ് ആയാലും ഒരു 300cc ബൈക്കിന് കൊടുക്കാവുന്ന മാക്സിമം മെയിൻ്റനൻസ് ആണ് അതിന് വന്നുകൊണ്ടിരുന്നത്. അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇതിന് വലിയ മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ പാർട്സിൻ്റെ അവൈലബിലിറ്റി ഇഷ്ടംപോലെ കിട്ടാനുണ്ട് നമുക്ക്. പിന്നെ GS കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഒരു 1000cc സെഗ്മെന്റിലുള്ള ബൈക്കിന് വരുന്ന മെയിൻ്റനൻസ് പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെയാണ് 300cc വരുന്നത് 310 വരുന്നത് GSന് വരുന്നത്. പിന്നെ അതൊരു BMW ആ ബ്രാൻഡിനോടുള്ളൊരു ഇത് വെച്ചിട്ട് നമുക്ക് പിന്നെ ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. GS ഒക്കെ എടുക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. കാര്യം കമ്പാരിറ്റീവ്ലി ഇതിൽ നിന്നും കുറച്ചും കൂടെ പ്രൈസിങ് കാര്യങ്ങളെല്ലാം ഇവനെടുക്കുന്ന സമയത്ത് ഏകദേശം 380 ആയിരുന്നു ആ ഒരു വണ്ടിയുടെ പ്രൈസ്. ഇപ്പം എത്രത്തോളം? ഇപ്പം എത്രയും 4 കാണും. ഇപ്പോൾ 4.5 റേഞ്ച് 4 രൂപ. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് 464 വരുന്നത്. അപ്പോൾ ആളുകൾ എടുക്കുന്ന സമയത്ത് പ്രൈസ് കുറവാണെന്നുണ്ടെങ്കിലും ഈ ഒരു മെയിൻ്റനൻസ് കോസ്റ്റിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ഒരു കാര്യങ്ങളിലേക്ക് പോകാം. അതുപോലെ തന്നെ GS ഏകദേശം 3 വർഷമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ GSന്റെ പോസിറ്റീവ് സൈഡ്സും നെഗറ്റീവ് സൈഡ്സും നമുക്കെല്ലാം ഒന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ GSന്റെ പ്രധാനമായിട്ട് ഓടിച്ച സമയത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളും എന്തൊക്കെയാണ്? GSന് എനിക്ക് മെയിനായിട്ട് പോസിറ്റീവായിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ബ്രേക്കിങ്, പക്ക ആക്യുറേറ്റ് ബ്രേക്കിംഗ് ഒക്കെയാണ് നമുക്ക് GSന് വരുന്നത്. പിന്നെ എനിക്ക് റൈഡിങ് കംഫർട്ടും സീറ്റിന്റെ ക്വാളിറ്റിയും ഒക്കെ എനിക്ക് GSൽ ഭയങ്കര കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. നമുക്ക് ഭയങ്കര സ്പീഡും കോൺഫിഡൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് GSൽ. പിന്നെ നല്ല വെയിറ്റും വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു 100+ സ്പീഡിൽ പോയാലും നമുക്ക് പക്ക ആക്യുറേറ്റ് ആയിട്ട് പക്ക കോൺഫിഡൻസ് തരുന്ന വണ്ടിയാണ് GS. പിന്നെ GSന്റെ സ്പെയറും മെയിൻ്റനൻസും കാര്യങ്ങളെല്ലാം ഫസ്റ്റ് സർവീസ് എത്രയാവുന്നുണ്ട്? നമുക്ക് ഫസ്റ്റ് സർവീസ് ഞാൻ ചെയ്തപ്പോൾ 6K ആ ഒരു സംതിങ് ആയിരുന്നു. പിന്നെ സെക്കൻഡ് സർവീസ് വന്നപ്പോൾ നമുക്കൊരു 10K ആ ഒരു പ്രൈസ് റേഞ്ച് വന്നു. പിന്നെ തേർഡ് സർവീസ് മേജർ സർവീസ് ആയിരുന്നു, അത് നമുക്കൊരു 24-25K ആ ഒരു പ്രൈസ് റേഞ്ച് വരുന്നുണ്ട്. പിന്നെ ഞാൻ 5th തൊട്ട് ഞാൻ പുറത്ത് നമ്മുടെ ഫ്രണ്ടിന്റെ വർക്ക്ഷോപ്പിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. സ്പെയർ നമുക്ക് ഇപ്പോൾ RR310 ഉള്ളതുകൊണ്ട് അതിന്റെ മാക്സിമം എഞ്ചിൻ ഓയിൽ സ്യൂട്ട് ആവും. പിന്നെ ഓയിൽ ഫിൽറ്റർ എല്ലാം സ്യൂട്ട് ആവുന്നുണ്ട്. സ്പെയർ കൂടുതലും പിന്നെ ബീമിന്റെ ഷോറൂമിൽ നിന്ന് നമുക്ക് ഒരു സാധനം പുറത്തോട്ട് കിട്ടുന്നില്ല. ആ ഒരു ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പാർട്സിന്റെ അവൈലബിലിറ്റി ആയാലും പുറത്ത് നമുക്ക് എവിടെ നിന്ന് കിട്ടാനും ചാൻസ് കുറവാണ്. അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് സർവീസ് തൊട്ട് തേർഡ് സർവീസ് വരുന്നത് വരെയുള്ള കോസ്റ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ കേട്ടു. ഇനി അതുപോലെ തന്നെ അറിയേണ്ട ഒരു കാര്യമാണ്, ഒരു വണ്ടി വാങ്ങാൻ എളുപ്പമാണ്, അതെങ്ങനെ തീറ്റി പോറ്റാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ, ഇപ്പോൾ ഒരു വണ്ടിയുടെ ഏറ്റവും കൂടുതൽ ഓട്ടം വരുന്ന സമയത്ത് വരുന്നൊരു കാര്യമാണ് ടയർ ലൈഫും ടയറിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം ഒരു സാധാരണക്കാരനെ അഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് ചോദിച്ചു നോക്കാം. അപ്പോൾ എത്രയാണ് GSന്റെ ടയർ? GSന് നമുക്ക് ടയർ വരുമ്പോൾ ഡ്യുവൽ പർപ്പസ് ടയർ ആണ് കൂടുതലും GSന് യൂസ് ചെയ്ത് വരുന്നത്. അപ്പോൾ അതിന് നമുക്കൊരു ഫ്രണ്ട് പ്രൈസ് റേഞ്ച് ഒരു 12K തൊട്ട് ഉണ്ട്. പിന്നെ റിയർ വരുമ്പോൾ ഒരു 15K തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. അപ്പോൾ അതിന്റെ ടയർ ലൈഫ് എങ്ങനെയായിരുന്നു? ടയർ ലൈഫ് നമുക്ക് ഫ്രണ്ട് ഒരു 20K അപ്പോൾ കിട്ടും. പിന്നെ റഫ് യൂസ് ഒക്കെ ആണെങ്കിൽ ഒരു 20K ബിലോ ആ ഒരു റേഞ്ച് നോക്കിയാൽ. അപ്പോൾ 12,000 രൂപ കൊടുത്തെടുക്കുന്ന ഒരു ടയറിന്റെ ലൈഫ് 20,000 കിലോമീറ്റർ അല്ലെങ്കിൽ 20,000 താഴെ. അതുപോലെ തന്നെ റിയറിലേക്ക് വരുമ്പോൾ നമുക്കൊരു നോർമൽ യൂസേജ്, ഹൈ സ്പീഡ് യൂസേജ് ഒന്നും അല്ലെങ്കിൽ അത്യാവശ്യം ഒരു 15K 10K ആ ഒരു റേഞ്ചിൽ 17,000 രൂപയുടെ ടയറിന് ഒരു 15 കിലോമീറ്റർ അടുത്ത് വണ്ടി ഓടും. 15,000 കിലോമീറ്റർ അടുത്താണ് വണ്ടി ഓടുന്നത്. അവർ ഏകദേശം ആ ഒരു റേഞ്ചിൽ തന്നെയല്ലേ GSന്റെ എല്ലാ ടയർസും വരുന്നത്. അതുപോലെ തന്നെ GSന്റെ ഒരു ബ്രാൻഡിങ്ങിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം, റേറ്റ് ഇത്തിരി കുറച്ച് കഴിഞ്ഞാലും ബാക്കി കാര്യങ്ങളെല്ലാം ഒരു സർവീസിൽ പിടിക്കുന്നുണ്ട്. കമ്പാരിറ്റീവ്ലി വണ്ടി വില കുറച്ചിറങ്ങുമ്പോൾ ആളുകൾ കൂടുതൽ എടുക്കുകയും അതിലൂടെ തന്നെ സർവീസിൽ കുറച്ചും കൂടെ അവർ ആ ഒരു സാധനം പിടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇത്രയും വില കൊടുക്കുന്ന ഒരു വണ്ടിക്ക് അതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? GSനെ നമ്മൾ ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. എല്ലാ പാർട്സിനായാലും അതിൻ്റെ മൈന്യൂട്ട് കാര്യങ്ങളായാലും ഒക്കെ നല്ല രീതിയിലുള്ള ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മളിപ്പോൾ പാർട്സിന്റെ റേറ്റ് കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങളെല്ലാം പറഞ്ഞ സമയത്ത് നമ്മൾ ചോദിക്കുന്നത് ഏകദേശം ഒരു പാർട്സ് എത്ര ലൈഫ് വരെ ഏകദേശം ഇപ്പോൾ ഒരു ക്ലച്ച് കാര്യങ്ങളൊക്കെയാണ് ഏകദേശം? ക്ലച്ചൊക്കെയാണ് ഇപ്പോൾ എനിക്ക് 85K കിലോമീറ്റർ ഓടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതുവരെയായിട്ടും ക്ലച്ച്
അയക്കേണ്ട ആ ഒരു പവർ വന്നിട്ടില്ല. ലോസ് കാര്യങ്ങളൊന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇല്ല ഇതുവരെയായിട്ട് ഫേസ് ചെയ്യാൻ വന്നിട്ടില്ല. എനിക്ക് എഞ്ചിൻ ഭാഗത്തോട്ട് ഇതുവരെയായിട്ടും ഒരു ഇഷ്യൂസും വന്നിട്ടില്ല. ഇതുവരെയായിട്ട് എഞ്ചിൻ എനിക്ക് തുറക്കേണ്ട പോലും ഇതുവരെയായിട്ടും വന്നിട്ടില്ല. അതൊരു വലിയൊരു കേട്ടോ കാര്യം. ഈ ഒരു 85,000 കിലോമീറ്റർ അടുത്തൊരു വണ്ടി ഓടിക്കഴിഞ്ഞിട്ട് അതിന് യാതൊരുവിധ പവർ ലോസോ കാര്യങ്ങളോ അല്ലെങ്കിൽ ക്ലച്ച് അയക്കേണ്ടി വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അതൊരു ഈ ഒരു സെഗ്മെന്റ് ഒരു വലിയ കാര്യം തന്നെയാണ്. ടയറിന്റെ റേറ്റ് ഇച്ചിരി കൂടുതലാണെങ്കിലും ആ ഒരു ബിൽഡ് ക്വാളിറ്റി അവർ കാണിക്കുന്നുണ്ട്. അത് പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. 85,000 ആയിട്ടും ഒരു പവർ ലോസോ കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് സുഖമായിട്ട് 1,00,000 ഓടുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ നേരെ ഇതിന്റെ നെഗറ്റീവ് സൈഡ്സിലേക്ക് കാര്യങ്ങളിൽ പോകും. നെഗറ്റീവ് എന്താ പ്രധാനമായിട്ട് തോന്നിയിട്ടുള്ളത്? നെഗറ്റീവ് GS വരുമ്പോൾ എനിക്ക് റൈഡ് ബൈ വയർ ഇഷ്യൂസ് ഫേസ് ചെയ്തിട്ടുണ്ട്. വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ നിന്ന് പോയിട്ടുണ്ട് റൈഡ് ബൈ വയറിന്. പിന്നെ റോട്ടിൽ കൊടുത്താൽ പിന്നെ മൂവ് ആകത്തില്ല. ആ രീതിക്ക് ഫേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവർ തന്നെ ഒരു ക്യാമ്പയിൻ വെച്ചിട്ട് റോഡ് സെൻസർ പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം ഫ്രീ ആയിട്ട് മാറി തന്നിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് ഫേസ് ചെയ്തിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് ഇതിന്റെ ബാറ്ററി. GS6-ന്റെ ബാറ്ററി ഇഷ്യൂസ് മെയിൻ ആയിട്ടുണ്ട്. ഞാൻ തന്നെ ഇപ്പോൾ ഒരു ഷോറൂമിൽ നിന്ന് തന്നെ വാറണ്ടിയിൽ ഒരു 2 മാസം കൂടുമ്പോൾ ബാറ്ററി മാറിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ BM-ന്റെ ബാറ്ററി മാറ്റി പുറത്തുനിന്ന് ഞാൻ ബാറ്ററി കൊണ്ടിച്ചു. അതും എനിക്കൊരു 6-7 മാസം ആ ഒരു ടൈം പീരീഡിൽ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ബാറ്ററി എത്ര കോസ്റ്റ് വരുന്നത് പുറത്തുനിന്ന് എടുത്തു? ബാറ്ററി പുറത്തുനിന്ന് നമുക്കൊരു 2.5K ആ ഒരു റേഞ്ച് വരുന്നുള്ളൂ. അപ്പൊ ഏകദേശം 3 വർഷം കൊണ്ട് ഒരു 5-6 ബാറ്ററി മേളിൽ മാറിയിട്ടുണ്ട്. അപ്പൊ പ്രധാനമായിട്ട് GS-ൽ കണ്ട ഒരു നെഗറ്റീവ് റൈഡ് ബൈ വയറും അതുപോലെ തന്നെ ബാറ്ററിയുടെ ആ ഒരു വിഷയമാണ്. അത് മാത്രമേ ഉള്ളൂ, വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. ബാക്കിയുള്ള വണ്ടികൾക്ക് വരുന്ന പോലെയുള്ള അല്ലറ ചില്ലറ ലുടാക്ക് പണി അങ്ങനത്തെയുള്ള സെറ്റപ്പ് ഒന്നും ചെയ്യുന്നില്ല. പിന്നെ വേറെ കറക്റ്റായിട്ട് പക്കയായിട്ട് സർവീസ് ചെയ്ത് ചേഞ്ച് ചെയ്ത് കൊണ്ടുവരുന്നത് വേറെ ഇഷ്യൂസ് ഇല്ല. പിന്നെ എൻ്റെ എയർ ഫിൽറ്റർ പേപ്പർ ഫിൽറ്റർ വരുന്നത് അത് വൻ ശോകമാണ്. ഒരു മഴത്തോടൊക്കെ ഓടിച്ച് അതിൻ്റെ റിവേഴ്സ് ഇൻക്ലൈൻ എഞ്ചിൻ ആയതുകൊണ്ട് അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ നമുക്ക് ടാങ്കിൻ്റെ ഫ്രണ്ടിലാണ് വരുന്നത്. അതിൻ്റെ എയർ ഇൻടേക്കും വരുന്ന ടാങ്കിൻ്റെ തൊട്ട് താഴെ ടയറിൻ്റെ നേരെ അപ്പുറമായിട്ട് വരുന്നത്. അപ്പോൾ ഈ ടയറിൽ നിന്ന് വരുന്ന മഡ് വെള്ളമെല്ലാം നേരെ എയർ ഫിൽറ്ററിൻ്റെ അകത്തോട്ട് കയറുന്നുണ്ട്. ഇഷ്യൂ പിന്നെ ഉള്ളൂ. അപ്പോൾ GS ഒക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ 2 വണ്ടിയായിരിക്കും പ്രധാനമായിട്ട് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ. GS-ന്റെ ഒരു നെഗറ്റീവും പോസിറ്റീവ് സൈഡും ആണ് നമ്മളിപ്പോൾ കേട്ടത്. ഇനി നേരെ അതിൽ നിന്ന് അഡ്വഞ്ചർ 390 റാലി എഡിഷനിലേക്ക് വരുമ്പോൾ ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ പ്രധാനമായിട്ട് അതിൽ നിന്ന് ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കണ്ട പോസിറ്റീവ് സൈഡ് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇഷ്ടപ്പെട്ട കാര്യം നോക്കുക, TFT ഡിസ്പ്ലേ ആണ് വരുന്നത്. GS-ന് വരുമ്പോൾ അത് ഡിജിറ്റലാണ്. പിന്നെ ഇതിന് ABS ഉണ്ട്, കോൺട്രിങ് ABS ഉണ്ട്, ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്, ക്വിക്ക് ഷിഫ്റ്റർ ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് GS-ന് ആകെ ABS മാത്രമേ ഉള്ളൂ. പിന്നെ ഇലക്ട്രോണിക്സ് കൂടുതലാണ്. പിന്നെ GS-ന്ന് നമ്മൾ ഇത്തരത്തിലോട്ട് പവർ ഡിഫറൻസ് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനാണ് കൂടുതൽ പവർ കാര്യങ്ങളെല്ലാം വരുന്നത്. ഇനിഷ്യലൊക്കെ നമ്മൾ കൈ ത്രോട്ടിൽ കൊടുത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് ഇത് നമ്മൾ വണ്ടി വലിച്ചുകൊണ്ട് പോകും. പക്ഷേ GS-ൽ അത്രയും വലിച്ചുകൊണ്ട് പോയില്ല, അതിനേക്കാളും കുറച്ചുകൂടെ കൂടുതലായിട്ട് ഇത് വലിച്ചുകൊണ്ട്. പക്ഷേ GS-ൽ ആ ഒരു കോൺഫിഡൻസ് കൂടുതൽ കിട്ടുന്നത് GS-നാണല്ലോ. സ്പീഡിങ് കോൺഫിഡൻസ് ഇപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള GS-നാണ് കൂടുതൽ. ഇതൊന്നാമത് ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ കാര്യമായിട്ടുള്ള പിന്നെ ബ്രേക്കിങ്ങിലും ആ ഒരു പിന്നെ നമുക്ക് ബ്രേക്കിംഗ് വരുമ്പോൾ GS-നാണ് പക്ക അക്യുറേറ്റ് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ വരുമ്പോൾ അത്ര എനിക്ക് അക്യുറേറ്റ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ വണ്ടി നിൽക്കുന്നുമില്ല, ഒരു പക്ക ബ്രേക്കിങ് കാര്യങ്ങളൊന്നും അല്ലേ ഇതിൻ്റെ വരുന്നത്. പിന്നെ രണ്ട് വണ്ടികളും ഏകദേശം മറ്റേ ഒരു 310 ഇതും 390 ആണ് വരുന്നത്. ഈ 2 വണ്ടികളിൽ കിട്ടുന്ന മൈലേജ് കാര്യങ്ങൾ നമ്മളിപ്പോൾ ഹൈ റേഞ്ച് ഏരിയ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന മൈലേജ് എങ്ങനെയായിരുന്നു 2 വണ്ടികളിലും? എനിക്ക് 310 GS-ൽ വരുമ്പോൾ ഒരു 23-24 ആ ഒരു റേഞ്ചിൽ എനിക്ക് ഇവിടെ ഹൈ റേഞ്ചിൽ താഴത്തോട്ട് പോയാലും ഒരു 25 ഒക്കെ മാക്സിമം കിട്ടിക്കൊണ്ടിരുന്നുള്ളൂ. പക്ഷേ വരുമ്പോൾ ഒരു 4,000-5,000 RPM പിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്കൊരു 27 ഒക്കെ എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ താഴത്തോട്ട് പോകുമ്പോൾ ഈ ഒരു RPM ലിമിറ്റിൽ തന്നെ പിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്കൊരു 30 ആ ഒരു റേഞ്ച് കിട്ടുന്നുണ്ട് മൈലേജ് വരുമ്പോൾ. പിന്നെ GS-നേക്കാളും കൂടുതൽ ഇതിന് മറ്റേ ടാങ്ക് കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ കമ്പാരിറ്റീവ്ലി മൈലേജ് കാര്യങ്ങളെല്ലാം 390cc ആണെങ്കിൽ പോലും ഇതിനാണ് കുറച്ചും കൂടെ കൂടുതൽ കാര്യങ്ങളെല്ലാം കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് സൈഡ്സ് കണ്ടത് ഇതൊക്കെയാണോ, അതോ വേറെ എന്തെങ്കിലും അഡീഷണലി പറയാം? വേറെ പോസിറ്റീവ് സൈഡ്സ് വേറെ ഒന്നുമില്ല. പിന്നെ സ്പോക്ക് വീൽസും അഡ്ജസ്റ്റബിൾ സസ്പെൻഷനും ഒക്കെ ഉള്ളൂ. സ്പോക്ക് വീൽസിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്വഞ്ചർ ബൈക്സ് ആയതുകൊണ്ട് തന്നെ ഇതിൽ എത്ര ബെൻഡോ അല്ലെങ്കിൽ എന്തായി കഴിഞ്ഞാലും നമുക്ക് ഇതിന്റെ ഓരോ കമ്പി ആയിക്കോട്ടെ അതിൽ ബെൻഡ് കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ അത് നിർത്താൻ പറ്റും. അത് ഞാനും ഹിമാലയ യൂസ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒരു അഡ്വഞ്ചർ ബൈക്സിന് നമുക്ക് അലോയ് വീൽസ് ഇട്ട് കഴിഞ്ഞാൽ അത് എത്രത്തോളം റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളത് റിപ്പയർ ചെയ്യുന്ന ഷോപ്സ് ഉണ്ട്. പക്ഷേ എന്നാലും ആ ഒരു പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ല. അത് നമ്മുടെ കംഫർട്ടിനെ കാര്യങ്ങളെ ബാധിക്കും. ഒരു അഡ്വഞ്ചർ ബൈക്സിന് ഏറ്റവും സെറ്റപ്പ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്പോക്ക് വീൽസ് തന്നെയാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ നെഗറ്റീവ് സൈഡ്സിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട് ഈ പ്രധാനമായിട്ടും നെഗറ്റീവ് സൈഡ്സ് വരുവാണെങ്കിൽ ബിൽഡ് ക്വാളിറ്റി കാര്യമായിട്ട് കുറവുണ്ട്, നല്ല വെയിറ്റ് ലോസ് ഉണ്ട്. പിന്നെ നമ്മളൊരു 100+ സ്പീഡിൽ ഓടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് GS തരുന്ന അത്രയും കോൺഫിഡൻസ് നമുക്ക് ഇത്തേ കിട്ടില്ല. നോർമലി ചില സമയത്ത് പേടിയൊക്കെയാവും, പെട്ടെന്ന് കാറ്റുമൊക്കെ പിടിച്ച് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഇതൊക്കെയുണ്ട്. പിന്നെ ക്വിക്ക് ഷിഫ്റ്റർ അത്ര പ്രോപ്പറായിട്ടൊന്നുമല്ല വർക്ക് ചെയ്യുന്നത്. ചില സമയത്ത് വർക്ക് ചെയ്ത ആ ഒരു ഇതേ ഉള്ളൂ.
പിന്നെ മെയിനായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഓയിൽ ഡ്രെയിൻ ആവുന്നുണ്ട്. ഒരു 4000 കിലോമീറ്ററിൽ എൻ്റെ ഓയിൽ ഒരു 200 ml ഓളം ഡ്രെയിൻ കോമൺ ഇഷ്യൂ ആണോ അതെയോ? കോമൺ എല്ലാ 390 കൊള്ളാന്നാണ്. പിന്നെ നല്ല ഹീറ്റിംഗ് ഉണ്ട്. GS വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ഹീറ്റിംഗ് ഉണ്ട് ഇതിന്. അത്ര പെട്ടെന്നൊന്നും ഇതിൻ്റെ എഞ്ചിൻ കൂടുകയാകത്തില്ല. അതൊരു ഇഷ്യൂ ഉള്ളൂ. പിന്നെ സീറ്റിങ് GSന്റെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ സീറ്റ് ഭയങ്കര ഹാർഡാണ്. ഇപ്പം ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ഞാൻ നോട്ട് ചെയ്തതാണ്, GSന്റെ ഇവൻ കൊണ്ടുവന്ന സമയത്ത് വണ്ടി ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ഇങ്ങനെ കിടന്ന് ഒരു ആക്ഷൻ പക്കയായിരുന്നു. എനിക്ക് തോന്നുന്നു ഹിമാലയൻ്റെ കുറച്ചും കൂടെ ഇതിലും ആക്ഷൻ കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. ഇതിന്റെ അത്ര ആക്ഷൻ നോക്കിയിട്ട് കാണുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഹെഡ്ലൈറ്റിന്റെ വിസിബിലിറ്റി കാര്യങ്ങളെല്ലാം എങ്ങനെയാണ്? ഹെഡ്ലൈറ്റ് GSല് നല്ല രീതിയിലൊരു റോഡ് പ്രസൻസ് വിസിബിലിറ്റി ഉണ്ട്. ഇത്ര വരുമ്പോൾ അതൊക്കെ കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ മറ്റേ പ്രോഗ്രാം കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ നേരെ നമ്മൾ ആദ്യം ചോദിച്ച പോലെ തന്നെ ഇതിന്റെ ഫ്രണ്ട് ടയറും അതുപോലെ തന്നെ റിയർ ടയറും വരുന്ന കോസ്റ്റും അതുപോലെ തന്നെ ടയർ ലൈഫ് ഒക്കെ എങ്ങനെയാണ്? ഇതിന്റെ ഇപ്പോൾ കമ്പനി വന്നപ്പോൾ എനിക്ക് മെച്ചിലർ ടൂറൻസ് ആണ് ഫ്രണ്ടും റിയറും കിട്ടിയത്. അതൊരു ഫ്രണ്ട് എനിക്ക് തോന്നുന്ന ഒരു 7500 തീർന്നു പോയി. റിയർ വന്നൊരു 9000 തീർന്നു പോയി. പിന്നെ ഞാൻ അപ്പോൾ ഇത് മാക്സിസിന്റെ ടയറാണ് ഫ്രണ്ട് റിയർ മേടിച്ചേക്കുന്നത്. ടയറിന്റെ കോസ്റ്റ് എങ്ങനെയാണ് വന്നത്? ഇതിന് ഫ്രണ്ട് ഒരു 2200 ആ ഒരു പ്രൈസ് റേഞ്ച് ഉള്ളൂ. റിയർ വരുമ്പോൾ ഒരു 4200 ആ ഒരു പ്രൈസ് റേഞ്ച് ഉള്ളൂ. അത് ഏകദേശം നല്ലൊരു ഡീലാട്ടോ. കാര്യം ഇത്രയും വിലയുള്ള ഒരു വണ്ടിയിലേക്ക് ടയറിന് ഈ പറഞ്ഞ പോലെ 7500 കിലോമീറ്റർ ആണ് കിട്ടിയെങ്കിൽ പോലും 2200 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഫോർഡബിൾ പ്രൈസ് തന്നെയാണ്. ഏകദേശം ഹിമാലയന് വരുന്ന അതേ ഒരു കോസ്റ്റ് തന്നെയാണ് ഇതിൻ്റെ ടയറും വരുന്നുള്ളൂ. ഹിമാലയന് ഏകദേശം എനിക്ക് ഫ്രണ്ട് കൂടുതൽ കിട്ടാറുണ്ട്, 15 മേളിൽ അല്ലെങ്കിൽ 20 അടുത്ത് കിട്ടാറുണ്ട്. എന്നാലും കമ്പാരിറ്റീവ്ലി നമ്മൾ GS വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സ്പെയറിൻ്റെ അവൈലബിലിറ്റി ആണെങ്കിലും കോസ്റ്റ് ആണെങ്കിലും അതുപോലെ തന്നെ ടയറിൻ്റെ ലൈഫും അതുപോലെ തന്നെ കോസ്റ്റ് കാര്യങ്ങളെല്ലാം കമ്പാരിറ്റീവ്ലി ഇതിന് തന്നെയാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ വേറെ എന്തെങ്കിലും നെഗറ്റീവ്സോ പോസിറ്റീവ്സോ അങ്ങനെ എന്തെങ്കിലും പറയാൻ? അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ചോദിക്കേണ്ട ഒരു ചോദ്യമായിരുന്നു ഇതിൻ്റെ സർവീസ് കോസ്റ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ സർവീസ് കോസ്റ്റ് എങ്ങനെയാണ്? ഇത് GSനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫ്രീ ആയിട്ടുള്ള ഒരു സർവീസ് കോസ്റ്റ് ആണ്. ഫ്രീ സർവീസ് ഉണ്ട്, തേർഡ് സർവീസോളം ഫ്രീ ആണ്. ഫസ്റ്റ് സർവീസ് വരുന്ന ഒരു 1600 ആ ഒരു റേഞ്ചിലേക്ക് അറിയുന്നത്. പിന്നെ ഇപ്പോൾ സെക്കൻഡ് സർവീസ് കഴിഞ്ഞു, അതിനൊരു 2000 ആ ഒരു സംതിങ് എനിക്കായിട്ടുള്ളൂ. GSനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫാർ ബെറ്റർ ആണ്. അല്ലെങ്കിൽ അതുപോലെ ഭയങ്കരമായിട്ടൊരു റേറ്റ് കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് ചീപ്പ് ആണെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഇത് രണ്ട് വണ്ടിയും ഇത് ഇപ്പോൾ ഏകദേശം 9000 കിലോമീറ്റർ അല്ലെങ്കിൽ 10000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളൂ. എന്നാലും ഓഫ് റോഡ് കാര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ഓഫ് റോഡ് ഞാൻ GSയിൽ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ഇങ്ങനെ മേടിച്ചിട്ട് ഓഫ് റോഡ് പോയിട്ടില്ല. GSയിൽ എടുത്ത് ചോദിച്ചൊരു കാര്യമാണ്, അല്ലെങ്കിൽ എടുത്ത് പറഞ്ഞൊരു കാര്യമാണ് ക്ലച്ചിൻ്റെ ലൈഫ് കാര്യങ്ങളല്ല. GSന് ഏകദേശം 85000 കിലോമീറ്റർ കഴിഞ്ഞും വണ്ടി വേറെ പവർ ഫെയിലിയറോ കാര്യങ്ങളോ പവർ ലോസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഏകദേശം എത്ര കിട്ടുമെന്ന കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഞാൻ അന്വേഷിച്ചപ്പോൾ ഒരു 45 ആ ഒരു സംതിങ് കിലോമീറ്റർ എനിക്ക് കിട്ടും. 45000 കിലോമീറ്റർ ലൈഫ് കിട്ടത്തുള്ളൂ എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. അഡ്വഞ്ചർ ബൈക്സിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ഒരു കാര്യമാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം. നമ്മൾ ഈ കാട്ടിലും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളിലൂടെ പോകുന്ന സമയത്ത് അടി തട്ടുന്ന ഒരു ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് കമ്പാരിറ്റീവ്ലി എങ്ങനെയാണ്? ഗ്രൗണ്ട് ക്ലിയറൻസ് GSനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടെ ഹൈ ആണ്. നമുക്ക് ഓഫ് റോഡ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. മറ്റേ ഇപ്പോൾ നോർമലി റോഡിലുള്ള പമ്പൊക്കെ ചാടുമ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിന്റെ ചില സമയത്ത് ഇടിക്കുന്നുണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് നല്ല രീതിയിൽ ലോ ആണ്. പക്ഷേ GSനേക്കാളും സീറ്റ് ഹൈറ്റ് ഉണ്ട് ഇതിന്. പക്ഷെ എന്നാലും ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവായിട്ടാണ്. GSനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ ആക്സസറീസിന്റെ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് സനയുടെ ക്രാഷ് ഗാർഡ് ഫുള്ള് ലോഡ് ചെയ്തത് ഒരേ ബ്രാൻഡിന്റെ തന്നെയാണ്. ഇപ്പോൾ കോംബോ ആയിട്ട് എടുത്തതാണോ അതെയോ സനയിലേക്ക് വരാനുള്ള ഒരു കാര്യം എന്താണ്? സന എന്നുള്ള ബ്രാൻഡ് എനിക്ക് നോർമലി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ GSയിലും സനയുടെ ബ്രാൻഡാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് അത്തേലും ഞാൻ ക്രാഷ് ആയ സമയത്ത് അല്ലെങ്കിൽ ഓഫ് റോഡ് ചെയ്ത സമയത്തൊക്കെ വണ്ടി വീഴുമ്പോഴൊക്കെ എനിക്ക് സന നല്ല പ്രൊട്ടക്ഷൻ തന്നിട്ടുണ്ട്. നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു ബ്രാൻഡാണ് സന വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്തേ വന്നപ്പോഴും സന തന്നെ ഞാൻ മേടിച്ച് യൂസ് ചെയ്തത്. അപ്പോൾ നമുക്കറിയാം സന എന്നുള്ളൊരു ബ്രാൻഡ് ബിൽറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഒരു കോൺഫിഡൻസ് ആണ് ഈ ഒരു വണ്ടിയിലും സനയുടെ ആക്സസറീസ് തന്നെ അല്ലെങ്കിൽ ഗാർഡ്സ് തന്നെ കൂടുതൽ യൂസ് ചെയ്യാനുള്ള കാരണം. ഒരിക്കലും സനയുടെ പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. എന്നാലും നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ആരെങ്കിലും വണ്ടികൾ എടുക്കുന്ന സമയത്ത് ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആവട്ടെ എന്നോർത്തിട്ടാണ് നമ്മൾ അത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ടയറിന് പോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് വണ്ടിയുടെ ചെയിൻ ആൻഡ് സ്പോക്കറ്റ് കാര്യങ്ങളുടെ ലൈഫും അതുപോലെ തന്നെ റേറ്റും. GSൽ വരുമ്പോൾ എത്രയായിരുന്നു റേറ്റ് കാര്യങ്ങൾ? GS നമുക്ക് റോളോണിന്റെ ചെയിൻ ആൻഡ് സ്പോക്കറ്റാണ് വരുന്നത്. അത് നമ്മൾ മാറി വരുന്നതിന് ഒരു 5K 6K ആവും. ചെയിൻ ആൻഡ് സ്പോക്കറ്റിന് തന്നെ ഒരു 4K സംതിങ് വരും. പിന്നെ നമ്മൾ അതിന്റെ വയറിങ്ങും സോക്കറ്റ് വയറിങ്ങും നമുക്ക് അതിന്റെ മാറേണ്ടതുണ്ട്. അപ്പോൾ അതോടെ വരുന്നതിന് ഒരു 5K അണ്ടർ ഫുള്ള് തീരും. അത് തന്നെ ഷോറൂമിൽ ചെയ്യണമെന്നുണ്ടെങ്കിലും ഷോറൂമിൽ ചെയ്യേണ്ട വരുന്നതിന് ഒരു 12K ആ ഒരു പ്രൈസ് റേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഷോറൂമിൽ ചെയ്യുവാണെങ്കിൽ 12000 രൂപ അടുത്തൊരു ചെയിൻ സ്പോക്കറ്റിന് വരുമ്പോൾ പുറത്ത് ചെയ്യുമ്പോൾ 5000 രൂപ 4000 രൂപയിൽ
അല്ലെങ്കിൽ 5000 രൂപയിൽ ഫുൾ പരിപാടി തീരുന്നതാണ്. അപ്പോൾ നേരെ ഇതിലേക്ക് വരുമ്പോൾ ആ ഒരു വണ്ടിയുടെ ലൈഫ് എത്ര, ചെയിൻ പോക്കറ്റ് എത്ര ലൈഫ് കിട്ടും? ഒരു 14-15K ആ ഒരു 14-15. അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ ഇതിലോട്ട് വരുമ്പോൾ നമുക്ക് ആ ഒരു കിലോമീറ്റർ തന്നെ നമുക്ക് ഇതിന് കിട്ടുന്നുള്ളൂ. പിന്നെ ഏകദേശം റേറ്റും അത്രയും തന്നെ ആ റേറ്റ് തന്നെ ആവാൻ ചാൻസ് ഉണ്ട്. ഞാൻ മാറിയിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അപ്പോൾ ഏകദേശം 10000 ആയിട്ടും വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത കാരണം നമുക്ക് പ്രതീക്ഷിക്കാം 15 അല്ലെങ്കിൽ 15-ന് മുകളിൽ കിട്ടുമെന്ന് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ രണ്ട് വണ്ടികളുടെയും സർവീസ് പീരീഡ് അല്ലെങ്കിൽ ആ ഒരു ഡ്യൂറേഷൻ എത്ര കിലോമീറ്ററിൽ വെച്ചിട്ടാണ് ഫസ്റ്റ് കിലോമീറ്റർ? നമുക്ക് അതിന് ഫസ്റ്റ് സർവീസ് വരുന്നത് 1000 കിലോമീറ്ററിലാണ്. പിന്നെ വൺസ് ഇൻ 10,000 കിലോമീറ്ററിൽ അതിന് സർവീസ് വരുന്നുള്ളൂ. പിന്നെ ഇതിലോട്ട് വരുമ്പോൾ ഫസ്റ്റ് സർവീസ് 1000 ആണ്. പിന്നെ വൺസ് ഇൻ 7500 കിലോമീറ്ററാണ് വരുന്നത്. ഓക്കെ, ഒരു അത്ര ചെറിയൊരു ഡിഫറൻസ് കാര്യങ്ങൾ. മറ്റേത് 10000 ആണെന്നുണ്ടെങ്കിൽ ഇതൊരു 7500 കിലോമീറ്ററിൽ സർവീസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഈവൻ ഒരു തേർഡ് സർവീസ് കഴിഞ്ഞിട്ട് ഒരു മറ്റേതിൽ 10000 വെച്ചും ഇതൊരു 7500 വെച്ചിട്ട് പ്രോപ്പറായിട്ട് ചെയ്യണമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് അല്ലെങ്കിൽ പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മെയിനായിട്ട് സർവീസ് പീരീഡിൻ്റെ ആ ഒരു ഡ്യൂറേഷൻ കാര്യങ്ങളെല്ലാം. പിന്നെ അതിന് 10,000 കിലോമീറ്റർ നമ്മൾ സർവീസ് ചെയ്യുമ്പോൾ ഈ മറ്റേ ഓയിൽ ഡ്രെയിൻ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും നമുക്ക് GS ഫേസ് ചെയ്യേണ്ടി വരുന്നില്ല. പക്ഷെ ഇത്തേൽ 7500 ഉള്ളെങ്കിലും നമുക്കൊരു 4000 കിലോമീറ്ററിൽ ഒന്ന് ടോപ്പ് ചെയ്യേണ്ടി വരും. വാങ്ങാനിരിക്കുന്നവർ അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ഇടയ്ക്കൊന്ന് ടോപ്പ് ചെയ്ത് വിടേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ രണ്ട് വണ്ടികളുടെ മെയിനായിട്ട് വരുന്ന ഫീച്ചേഴ്സും അതുപോലെ തന്നെ ടെക്നിക്കൽ സൈഡ് കാര്യങ്ങളെല്ലാം നമ്മൾ അധികം എടുത്ത് പറഞ്ഞിട്ടില്ല. ഒരു കംപ്ലീറ്റ്ലി ഒരു ഓണർഷിപ്പ് റിവ്യൂ ആണ്, ജെനുവിൻ ആയിട്ടുള്ള കാര്യം. നമ്മൾ നോക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ അടുത്ത് വർക്ക് ചെയ്യാൻ വന്നൊരു വണ്ടിയായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് അവൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ഏകദേശം 80,000 കിലോമീറ്റർ അടുത്ത് GS ഓടിച്ച സമയത്ത് നമുക്ക് ഏറ്റവും ജെനുവിൻ ആയിട്ടുള്ള ഏറ്റവും ഒരു ജെനുവിൻ ഫീഡ്ബാക്ക് കിട്ടുന്ന ഒരു ആളുടെ അടുത്ത് നിന്നാണ് നമ്മൾ ഇങ്ങനെ ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ട്. കാര്യം ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ മേടിക്കാൻ ആഗ്രഹിക്കുന്ന വണ്ടികളാണ് ഇത് രണ്ടും. അപ്പോൾ ഇത് രണ്ടും മാർക്കറ്റിൽ ഇറങ്ങുന്ന സമയത്ത് ഇതിൻ്റെ വണ്ടി വാങ്ങാൻ എളുപ്പമാണ്, അതിനെ തീറ്റി പോറ്റാനാണ് പാട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവും എന്ന് ഓർത്തിട്ടാണ് നമ്മൾ വളരെ ക്വിക്കായിട്ട് എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ആർക്കൊക്കെ എങ്കിലും യൂസ്ഫുൾ ആവും ഹെൽപ്ഫുൾ ആവും എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി തന്നെ വിശ്വസിക്കുന്നു. സോ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.